കേരള സർവകലാശാല സെനറ്റിൽ നാടകീയ രംഗങ്ങൾ. VC നിയമനത്തിനായുള്ള സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടെന്ന പ്രമേയം പാസാക്കി. ഇടതംഗം നസീബാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം പാസ്സായെന്നും യോഗം അവസാനിച്ചെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചതോടെ VC മോഹനൻ കുന്നുമ്മലും മന്ത്രിയും തമ്മിൽ രൂക്ഷമായ തർക്കവുമുണ്ടായി. പ്രമേയം പാസ്സാക്കിയിട്ടില്ലെന്നാണ് VCയുടെ നിലപാട്. VA ഗിരീഷ് നൽകും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ. ഗിരീഷ്, സെനറ്റ് യോഗത്തിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടായി. എങ്ങനെയായിരുന്നു ആ സംഭവങ്ങൾക്ക് തുടക്കം ഉണ്ടായതൊപ്പം ഇപ്പോൾ VC മോഹൻ കുന്നുമ്മലിന്റെ നിലപാടും ശ്രദ്ധേയമാകുന്നുണ്ടല്ലോ, വിവരങ്ങൾ? പ്രജൻ, VC നിയമനത്തിനുള്ള സമിതിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ നിശ്ചയിച്ചു നൽകാൻ വേണ്ടി ചേർന്ന സെനറ്റ് യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ തുടക്കം മുതൽ തന്നെ നാടകീയ രംഗങ്ങളും തർക്കങ്ങളും വാഗ്വാദങ്ങളുമാണ് നിറഞ്ഞു നിന്നത്. ഇതിൽ ആദ്യം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സെനറ്റ് യോഗത്തിന്റെ അജണ്ട വായിച്ചപ്പോൾ തന്നെ ഇടതങ്ങൾ പ്രതിഷേധവുമായി എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രതിനിധിയെ നിശ്ചയിക്കാൻ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും VC മോഹനൻ കുന്നുമ്മലും തമ്മിൽ വലിയ വാക്പോരുണ്ടായെന്ന റിപ്പോർട്ടുകളുണ്ട്. അതിന് വിശദാംശങ്ങളാണ് VA ഗിരീഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗിരീഷ്, തുടരാം. പ്രജൻ, ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം നടത്താൻ കഴിയൂ, അല്ലെങ്കിൽ പ്രതിനിധിയെ നിശ്ചയിച്ച് നൽകാൻ കഴിയൂ എന്നുള്ളതായിരുന്നു ഇടതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഇതിനെയാണ് ഗവർണറുടെ പ്രതിനിധികൾ എതിർത്തത്. തുടർന്നാണ് പരസ്പരമുള്ള ഒരു വാഗ്വാദമുണ്ടായത്. തുടർന്ന് പ്രതിനിധിയെ നിശ്ചയിക്കേണ്ടതില്ല എന്ന ഒരു പ്രമേയം ഇടത് അംഗങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. ഇടത് അംഗം ഈ നസീബാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചത്. തുടർന്നാണ് ഇത് വലിയ തരത്തിലുള്ള വാക്കേറ്റത്തിന് ഇടയാക്കിയത്. നടുത്തളത്തിൽ VCയുമായി ഇടതങ്ങൾ വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനിടയിൽ പ്രമേയം പാസ്സായി എന്നും യോഗം അവസാനിച്ചുവെന്നും അധ്യക്ഷയായിരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയും ചെയ്തു. ഇതാണ് പിന്നീട് VCയുമായുള്ള ഒരു തർക്കത്തിലേക്ക് കലാശിച്ചത്. കാരണം ഈ യോഗം വിളിച്ചത്, സെനറ്റ് യോഗം വിളിച്ചത് താനാണ് എന്നുള്ളതാണ് VC ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ യോഗം പിരിഞ്ഞിട്ടില്ല എന്നും ഇത്തരത്തിൽ പ്രമേയം പാസ്സായിട്ടില്ല എന്നുമുള്ള ഒരു നിലപാടാണ് VC സ്വീകരിച്ചത്. തുടർന്ന് ഈ സെനറ്റ് അംഗങ്ങൾ ആരും തന്നെ ഹാളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീടാണ് തനിക്ക് കിട്ടിയ പേരുകളിൽ ഒന്ന് ഇത്തരത്തിൽ ഗവർണർക്ക് സമർപ്പിക്കും എന്നാണ് VC ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് UDF അംഗങ്ങൾ മുൻ കാലടി VC ഡോക്ടർ ദിലീപ് കുമാറിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. MKC നായരുടെ പേരാണ് ഗവർണറുടെ നോമിനികൾ നിർദ്ദേശിച്ചത്. VCയുടെ നിർദ്ദേശം അവതരിപ്പിക്കാനുള്ള ഒരു സാവകാശം ഈ യോഗത്തിൽ ലഭിച്ചതുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തർക്കവും നാടകീയ രംഗങ്ങളും തന്നെയാണ് ഇന്നത്തെ കേരള സർവകലാശാല സെനറ്റിൽ ഉണ്ടായത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രമേയത്തിന്റെ നിയമപരമായ നിലനിൽപ്പ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. തർക്കങ്ങളും ഒക്കെ ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗിരീഷ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, ഈ സെനറ്റിൽ ഉന്നയിക്കപ്പെട്ടൊരു പ്രമേയം അത് പാസ്സാക്കുന്നു എന്ന് മന്ത്രി അറിയിക്കുന്നു. പക്ഷേ ഈ നടപടിക്രമങ്ങളിലെ അല്ലെങ്കിൽ അതിന്റെ ചട്ടങ്ങൾ എപ്രകാരമാണ്? ഇതിപ്പോൾ ഈ പ്രമേയം പാസ്സാക്കണമെങ്കിൽ അതിന് സ്വാഭാവികമായും അതിന് ഭൂരിപക്ഷം വേണം. അതൊക്കെ ഈ യോഗത്തിൽ ഉണ്ടായി എങ്കിൽ അത് നിലനിൽക്കില്ലേ? പിന്നെ എന്താണ് ഇങ്ങനെ VC മറ്റൊരു നിലപാട് സ്വീകരിക്കാനുള്ള സാഹചര്യം? ഇത് തന്നെയാണ് ഇപ്പോഴത്തെ തർക്കത്തിനുള്ള പ്രധാനപ്പെട്ട കാരണവും. കാരണം സെനറ്റിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നത്, കാർഷിക സർവകലാശാല നേരത്തെ ഒരു തീരുമാനമെടുത്തിരുന്നു, ഇത്തരത്തിൽ സമിതിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ല. ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ നോമിനിയെ നിർദ്ദേശിക്കുക എന്നുള്ളതായിരുന്നു യോഗത്തിന്റെ അജണ്ട. അതനുസരിച്ച് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു, നോമിനേഷൻ നൽകി. പക്ഷേ ഇവിടെ ഒരു വിഭാഗം സെനറ്റ് അംഗങ്ങൾ അവിടെ വരികയും അതിനെ എതിർത്തുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ പ്രമേയം പാസ്സായിട്ടില്ല. സാധാരണഗതിയിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് അനുസരിച്ച് വിശേഷാൽ സെനറ്റ് യോഗത്തിൽ അത്തരത്തിലുള്ള പ്രമേയം, അജണ്ടയ്ക്ക് പുറത്തുള്ള പ്രമേയത്തിന് സ്കോപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം. അതിന് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താനും ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനിയെ നിർദ്ദേശിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് VCയെയും സെനറ്റിനെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മന്ത്രി, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി അവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. VCയാണ് പ്രത്യേക അജണ്ട വെച്ചാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്.
അപ്പോൾ ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗം പിരിച്ചുവിടാനും യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനെ ചെറുക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യം, ഈ അജണ്ട ഓൾറെഡി മന്ത്രി അംഗീകരിച്ചു. ഫസ്റ്റ് വന്നപ്പോൾ അജണ്ട മന്ത്രി ഇതിനു വേണ്ടി ആ യോഗം ചേർന്നതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ അജണ്ട അംഗീകരിച്ചാൽ പിന്നെ അജണ്ടയിലുള്ള ഒറ്റ അജണ്ടയുള്ളായിരുന്നു ഇന്ന് നോമിനിയെ തെരഞ്ഞെടുക്കാന്നുള്ളത്. അതുകൊണ്ട് അജണ്ട അംഗീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കോടതി നിയമമൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നം ഉണ്ടായി. അതുവരെ അവർ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മേയർ അതുപോലുള്ള ആൾക്കാർ സെനറ്ററംഗങ്ങളുടെ നേതൃത്വത്തിൽ വെല്ലിലിറങ്ങിയിട്ട് ഈ മന്ത്രിയെയും അതുപോലെ ഒരു ജനാധിപത്യ വിരുദ്ധ ഒരു നടപടിയാണ് കണ്ടത്. പക്ഷേ നമ്മൾ ഒരു അജണ്ട അനുസരിച്ചിട്ട് ഒരു പേര് പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതായിട്ട് വൈസ് ചാൻസലർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി അത് അക്സെപ്റ്റ് ആണ്. പിന്നെ നമ്മളത് വേറൊരു ഇവിടെ ഉന്നയിച്ചത്, ഇതിപ്പം ഗവർണർ നിയമിച്ച 4 അംഗങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം പറഞ്ഞത് അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനോടൊപ്പം ക്ലബ് ചെയ്ത ഒരു കേസ് കൂടി ഉണ്ട്. ആ കേസിനോടൊപ്പം ക്ലബ് ചെയ്തതാണ് ഇവിടെ 4 സെനറ്റ് അംഗങ്ങൾ. സർക്കാർ നിയമിച്ച 3 സെനറ്റ് അവർ സിൻഡിക്കേറ്റ് അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. കാരണം സെയിം അവരുടെയും അർഹത സംബന്ധിച്ചുള്ള ഒരു കേസാണ്. അത് മറ്റേ 4 കുട്ടികളുടെ ആ കേസിനോട് ക്ലബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അതിനൊന്നും ഉത്തരം നൽകാൻ മന്ത്രി ഇന്ന് ഇവിടെ വന്നത് ഇതൊരു അലങ്കോലമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മന്ത്രി വന്നത്. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ ഒരു ഇതല്ല. അതെ, മറികടക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ മന്ത്രി കാണിച്ചത് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞങ്ങളോട് അവർ പ്രസംഗിച്ചു, ഒരാൾ പ്രസംഗിച്ചു. അപ്പം നമ്മൾ സംസാരിക്കാനുള്ള റൈറ്റ് അതേ ചോദിച്ചോ, നിങ്ങൾ എന്ത് വേണം തീരുമാനിച്ചു, നമുക്കിവിടെ റൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ ഒന്ന് സ്പീച്ച് ഞങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാൻ സമ്മതിക്കാതെ അവർ ഈ ബഹളക്കാരോടൊപ്പം കൂടി. എന്നിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ബഹളം വെക്കുന്നവരെല്ലാം മന്ത്രിയെയും അതുപോലെ വൈസ് ചാൻസലറെ എല്ലാം തടയുന്ന രീതിയിൽ ഫ്രണ്ട് ചെന്ന് ഞങ്ങളുടെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ആ പടെ ഒരു ബഹളമയമായിരുന്നു. പക്ഷേ വൈസ് ചാൻസലർ പുള്ളിയുടെ റൈറ്റ് ഓക്കെ പറഞ്ഞു. അദ്ദേഹത്തിനാണ് ഈ മീറ്റിംഗിലെ ഫൈനൽ അതോറിറ്റി. മന്ത്രി എന്തൊക്കെയോ പറഞ്ഞു, അതാർക്കും കേൾക്കാൻ വയ്യായിരുന്നു. വൈസ് ചാൻസലർ പ്രത്യേക അജണ്ട വെച്ച് വിളിച്ച് യോഗമാണ്. ആ യോഗത്തിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് വരെ ആ അജണ്ടയെ തള്ളിപ്പറയാനോ എതിർക്കാനോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അജണ്ടയെ